ഞാൻ ഈ കുപ്പിവെള്ളം തുറന്നു വെച്ചിരിക്കുന്നതുകൊണ്ട് ആരും വിചാരിക്കേണ്ട. കാരണം എനിക്ക് ഭയങ്കര ഡിപ്രഷൻ്റെ പ്രശ്നമുണ്ട് കുറേ കാലമായിട്ട്. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന ആളാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും എഴുതാൻ പറ്റണില്ല, പറയാൻ പറ്റണില്ല. ഭയങ്കര ഡിപ്രഷൻ. ഞാൻ നല്ല ആരോഗ്യവതിയായ ഒരു സ്ത്രീയാണ്. എൻ്റെ ജീവിത സാഹചര്യങ്ങളൊന്നും ഒരു ടെൻഷനും വരുത്തുന്നതല്ല. എൻ്റെ യുക്തിചിന്തയ്ക്കനുസരിച്ച് എനിക്ക് എൻ്റെ 2 മക്കളെ വളർത്തി. എൻ്റെ ഭർത്താവിനെ എൻ്റെ യുക്തിചിന്തയ്ക്കനുസരിച്ച് മാറ്റിയെടുത്തു. എൻ്റെ വീട്ടിൽ ജനാധിപത്യം നടപ്പാക്കി. എല്ലാം ചെയ്തു. എനിക്കിഷ്ടമുള്ള കൃഷിക്ക് യാതൊരു ടെൻഷനും ഇല്ല. എനിക്ക് കിട്ടുന്ന ആദായം കൊണ്ട് കടയിൽ കൊടുത്ത് അതിനകത്ത് നിന്ന് കിട്ടുന്നത് മേടിച്ചാൽ മതി. അവിടെ നിന്ന് ഒരു വിലപേശമില്ല, അവർ തരുന്നു മേടിക്കുന്നു. എന്നിട്ടും എനിക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം വന്നു. എന്തുകൊണ്ടാണ് അതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കറിയില്ല. നിങ്ങൾ ഡോക്ടർമാർക്കറിയാം, അവിടെ ഡോക്ടേഴ്സിലുണ്ട്, എനിക്ക് അറിയില്ലെങ്കിലും മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. വെറുതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണം. ചുമ്മാ അങ്ങ് മരിച്ചാലോ എന്തിനാണ് ഈ ജീവിതം, മരിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ച് രാത്രി മുഴുവൻ മരണം എത്ര എളുപ്പമാണെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മരുന്ന് കഴിച്ചപ്പോൾ മരിക്കണ്ട, എനിക്ക് ജീവിക്കണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ ഫ്രണ്ട്സായ കുറച്ച് ഫെമിനിസ്റ്റുകൾ പറയാണ്, സോയാ മരുന്ന് കഴിക്കരുത്, അഡിക്ഷൻ വരും, അതിലും നീ കുടുങ്ങിപ്പോകും, കഴിക്കരുത്. ഞാൻ ശരിക്കും യുക്തിവാദികളായ പുരുഷന്മാരെ കുറ്റം പറയാൻ പോകുന്നതിന് മുമ്പ് ഫെമിനിസ്റ്റുകളായ എൻ്റെ സുഹൃത്തുക്കളെ കുറ്റം പറയാൻ നിൽക്കണം. അറിയാണ്, സോയാ നീ മരുന്ന് കഴിക്കരുത്, നീ അതിന് അഡിക്ഷനായി പോകും, പിന്നെ നിനക്ക് അതിൽ നിന്ന് വിമോചനമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഈ മരുന്ന് നിർത്തിയാൽ മതി എന്നുള്ളൂ. ഈ പണ്ടാരം കഴിക്കാൻ രാവിലെ മറന്നു പോകും എപ്പോഴും. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കാലത്തേക്ക് ഡോക്ടർ സോയ കുറച്ച് കാലത്തേക്ക് മരുന്ന് കഴിക്കണം, അത് അല്ലാതെ വേറെ നിവൃത്തിയില്ല. കുറച്ച് കാലത്തേക്ക് സോയ സ്വസ്ഥമായി ഉറങ്ങണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. സോയ ആരോഗ്യവതിയായ സ്ത്രീയാണ്. സോയയ്ക്ക് പനി വന്നതെന്ന് വിചാരിച്ചാൽ മതി, അത് മാറണം. പക്ഷേ പനി വരുന്ന പോലെ പാരസിറ്റമോൾ കഴിച്ചാൽ മാറൂല്ല. ഇത് കുറച്ച് കാലം മരുന്ന് കഴിക്കണം. അപ്പോൾ എനിക്ക് വിശ്വാൻ ഡോക്ടറാണ്, ഡോക്ടർ ഷിബു എന്ന് പറയുന്ന എൻ്റെ അവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഷിബുവിനെ പരിചയപ്പെടുത്തി. ഡോക്ടറോട് സംസാരിക്കും ഭയങ്കര സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സോയ വലിയൊരു മാതൃകാ സ്ത്രീയായിട്ട് ആകാനൊന്നും പോകണ്ട, സോയ ഒരു സാധാരണ സ്ത്രീയായി ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കര സമാധാനം കിട്ടും. അപ്പോൾ ഞാൻ കഴിക്കുന്ന മരുന്നിൽ എനിക്ക് കിട്ടുന്ന സമാധാനം, നല്ല ഉറക്കം, ആത്മഹത്യ ചിന്ത പോയി. ഇതൊന്നും ഈ ഫെമിനിസ്റ്റുകൾക്കൊന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞാൽ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഒന്ന് പറയുന്നതെന്ന് വെച്ചാൽ പ്രമേഹം ഉണ്ടെങ്കിലേ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല തിളപ്പിച്ച് കുടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയായിരുന്നു, ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല തിളപ്പിച്ച്. ഡോക്ടറെ, ഞാൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല തിളപ്പിച്ച് കുടിച്ചാൽ എനിക്ക് രോഗം കുറയുമോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ രോഗം കുറയും, വെള്ളം കുടിച്ചോ, ഇഷ്ടം പോലെ വെള്ളം തിളപ്പിച്ച് കുടിച്ചോ. അപ്പോൾ എന്ന് കരുതി അധികം മധുരമൊന്നും കഴിക്കണ്ട കേട്ടോ. പിന്നെ അധികം നടത്തവും നിർത്തണ്ട. പിന്നെ എന്നും തരുന്ന മരുന്ന് അതും കഴിച്ചോളൂ കേട്ടോ. ഒരിക്കലും അന്നതിന് കുറയോ ഡോക്ടർ? അപ്പോൾ എൻ്റെ പ്രമേഹം കുറയോ? ഇല്ല, കൂടാതിരിക്കും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഫെമിനിസ്റ്റ്. ഞാൻ ശരിക്കും ഞാൻ വെളിച്ചപ്പാടിൻ്റെ ഭർത്താവെന്ന് പേരിട്ടുകൊണ്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കണ്ട. ഞാൻ ആരെ ഉദ്ദേശിച്ചിട്ടല്ല ഇട്ടിരിക്കുന്നത്. വെളിച്ചപ്പാടിൻ്റെ ഭർത്താവെന്ന് ഒരു രസമുണ്ടല്ലോ പേര് കേൾക്കാൻ. വെളിച്ചപ്പാടിൻ്റെ ഭർത്താവെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമില്ലേ? അതൊന്ന് ആളുകൾ ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് മാത്രം വെളിച്ചപ്പാടിൻ്റെ ഭർത്താവെന്നുള്ള പേര് വെച്ചിട്ടുള്ളൂ. തുടങ്ങാൻ പോവുകയാണ്. ഞാൻ വയനാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്ക് കടന്നത് എന്താ വെച്ചാൽ, വയനാട്ടിൽ ഞാൻ പുൽപ്പള്ളിയിലാണ് കേട്ടോ. വയനാട്ടിൽ നമ്മുടെ അങ്ങേയറ്റത്താം ഡെക്കാൻ പീഠഭൂമിയുടെ അങ്ങേയറ്റത്തു നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ എനിക്ക് കുറച്ച് കൃഷിഭൂമിയുണ്ട്, എനിക്കുണ്ട് കേട്ടോ. എൻ്റെ അപ്പം വാങ്ങി തന്നാണ് സ്ഥലം. കെട്ടിയവൻ്റെ വീതം വേറെ കെട്ടിയവനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തുല്യ അവകാശമാണ് അവിടെ. അപ്പോൾ അവിടെ എന്നാ വെച്ചാൽ, എൻ്റെ പറമ്പിൽ ഒരു ദിവസം രാത്രി ഞാൻ കാശ്മീർ യാത്ര പോയിട്ട് വരുമ്പോൾ എൻ്റെ വീടിന് മുമ്പിൽ ഇത് ഫോറസ്റ്റുകാർ, പോലീസുകാർ, പത്രക്കാരൊക്കെ നിരന്ന് നിൽക്കുന്നു. സംഭവം എന്താ, എൻ്റെ പറമ്പിൽ ഒരു വലിയൊരു പശുവിനെ എവിടുന്നോ കടുവ വലിച്ചു കൊണ്ടുവന്നിട്ടിട്ട് തിന്നിട്ടിട്ട് പോയിരിക്കുകയാണ്. അതായത് എൻ്റെ സ്വന്തം പറമ്പിലെന്ന് ഓർക്കണം. ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് ഒരു 100 മീറ്റർ അപ്പുറം ഒരു കടുവ പശുവിനെ എവിടുന്നോ വലിച്ചു കൊണ്ടിട്ട്
ഇത് ഭയങ്കര ഭീതിതമായൊരു കാര്യമാണ്, നിങ്ങളത് അറിയണം. കേരളം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല. കേരളത്തിൽ കാടെന്ന് പറയുന്നത് വളരെ കുറവാണ്, ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവിടെ ഞങ്ങൾ അനുഭവിച്ച പേടി, എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ടുണങ്ങുന്നുണ്ടുകൊണ്ടാണ് കേട്ടോ ഓടിക്കുന്നത്. ഭയങ്കരമായ ഭീതി അനുഭവിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഫോറസ്റ്റുകാർ കൊണ്ടുവന്ന് കൂട് വെച്ചിട്ട് അവരൊരാടിനെയും കിട്ടിയിട്ട് അവരവരുടെ വഴിക്ക് പോയി. ഇടയ്ക്ക് വരും. എന്നിട്ട് ഞങ്ങളൊരു കുറച്ച് പിന്നെ ഈ പ്ലാവ്, നമ്മുടെ ബഡ് പ്ലാവ് മേടിച്ച് വെച്ചായിരുന്നു. അതിനൊരു തൈക്ക് 350 രൂപ വില. ഇവരതിൻ്റെ തലയെല്ലാം വെട്ടി ആടിന് കൊടുത്തിട്ട് അവർ പോവും. നമ്മളിത് വളരുന്നുണ്ടോ എന്ന് നോക്കി അതിന് ചാണകം ഇട്ട് വളം ഇട്ട് കൊടുക്കുന്ന, അതിൻ്റെ തലയെല്ലാം വെട്ടി ഇടിന് കൊടുത്തിട്ട് ഇവർ പോവും. അത് കഴിഞ്ഞിട്ട് അതും വരവില്ല. എൻ്റെ തല കാണുമ്പോൾ ആട് കരച്ചിൽ തുടങ്ങും. എനിക്ക് സൗകര്യമില്ല. ഞാൻ റേഞ്ചർ ഓഫീസർ വിളിച്ചു പറഞ്ഞു, സാറേ എനിക്ക് പറ്റില്ല ഈ ആടിനെ നോക്കാൻ, ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനെ കൊണ്ടുപോകല്ലേ ഞാൻ പിടിച്ച് വയ്ക്കുമെന്ന് പറഞ്ഞു. അവസാനം അവരതിനെ കൊണ്ടുവന്ന് അടുത്ത സ്ഥലത്ത് ആടിനെ പിന്നെ കടുവ ഇറങ്ങിയപ്പോൾ അവിടെ കൊണ്ടുപോയി. ഈ ആടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കടുവ മുന്നോട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ ഷട്ടർ വീഴും. ആടിനെ പിടിക്കാൻ കടുവയ്ക്ക് പറ്റൂല. കടുവ ഷട്ടറിനുള്ള ആവുകയും ചെയ്യും. ഈ ഇരയെ കടുവയ്ക്ക് കിട്ടുകയില്ല. അങ്ങനെ അതാണ്. അതുകൊണ്ട് ധൈര്യമാണ്, ഇതിനെ കടുവ കൊണ്ടുപോകില്ല എന്നുള്ളൊരു ധൈര്യം. പക്ഷേ ഈ ആടും ഞങ്ങളുമായിട്ട് ഭയങ്കര അങ്ങോട്ട് സ്നേഹമായിട്ട്, പിന്നെ എന്താണ്, അതിനെ വിറ്റു പിരിയാൻ ഞങ്ങൾക്ക് പറ്റണില്ല. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നു. അപ്പം ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞത് എന്താ വഴി പറഞ്ഞു വരാം കേട്ടോ. അപ്പം ഞങ്ങൾ ഭയങ്കര ഭീതിതമായി. സന്ധ്യ ആയിട്ടുണ്ട്, 6 മണിയാകുമ്പോഴത്തേക്കും ടൗണെല്ലാം അടച്ച് പൂട്ടി, ആളുകളെല്ലാം അകത്ത് കയറും. സന്ധ്യ ആകുമ്പോൾ പുറത്തിറങ്ങില്ല. വെള്ളം തീർന്നാൽ മോട്ടർ ഇടാൻ പോലും ഇറങ്ങാൻ പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്. വെള്ളം തീർന്നിട്ടുണ്ടെങ്കിൽ വെള്ളം തീർന്നു. രാവിലെ എങ്ങാനും വെട്ടം വെച്ചാലേ ഞങ്ങൾ ഇറങ്ങുള്ളൂ. കടുവ എവിടെ എങ്ങനെ ഇരിപ്പുണ്ടല്ലോ, കാരണം എല്ലാവരുടെയും പറമ്പിൽ. ഞങ്ങൾ ബൈക്ക് യാത്ര ഉപേക്ഷിച്ചു, നടക്കൽ ഉപേക്ഷിച്ചു. കാറും കൊണ്ട് പോകുമ്പോൾ 2 or 3 പ്രാവശ്യം കടുവേനെ കണ്ടു. കാരണം കടുവ എന്ന് പറയുന്ന ജീവിക്ക് പ്രജനന സമയം ജനുവരി ഫെബ്രുവരിയിലാണ് പോലും. ആ സമയത്ത് ഇതിൻ്റെ ടെറിട്ടറിയിലുള്ളിൽ കയറുന്ന മൃഗങ്ങളെ, അതായത് പെൺ കടുവയെ ഈ ആൺകടുവ ആക്രമിക്കും. അതിൽ ശക്തനായ കടുവ വിജയിക്കുകയും പെണ്ണുങ്ങളെ അവൻ സ്വന്തമാക്കും. ഇതിൽ ശക്തി കുറഞ്ഞ കടുവ എന്തു ചെയ്യും, കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങണം. കാരണം കാട് കുറച്ചേ ഉള്ളൂ വയനാട്ടിൽ, അധികമൊന്നുമില്ല. ഇതിന് ടെറിട്ടറി എത്രയോ ചതുരശ്ര കിലോമീറ്റർ വേണം ഒരു കടുവയ്ക്ക് കാട് വേണം. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന കടുവയ്ക്ക് 3 പ്രശ്നമാണ്. 1 ആൺകടുവയാൽ മുറിവേറ്റത്, 2 ഇണ ചേരാനുള്ള ത്വര, 3 വിശപ്പ്. ഇത് 3ഉം കൂടെ ഭ്രാന്തെടുത്ത കടുവകൾ തലങ്ങും വിലങ്ങും ഓടി നടക്കുകയാണ് നമ്മുടെ മുമ്പിൽ കൂടെ. തലങ്ങും വിലങ്ങും നമ്മളിവിടെ എന്താ പറയുക, നമ്മൾ പിന്നെ ഇവിടെ മൃഗശാലയിൽ പോയി കാണുന്ന കടുവേനെയൊക്കെ നമ്മുടെ തലങ്ങും വിലങ്ങും മുമ്പിൽ കൂടെ കാണുകയാണ്. എന്താ ചെയ്യുക, പേടിച്ചിട്ടും. എന്തായിരുന്നു അവസ്ഥ? 2-2.5 മാസത്തെ അവസ്ഥ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇതിവിടെ പറയേണ്ട വിഷയമല്ല, എങ്കിലും നിങ്ങളൊക്കെ അറിയണം ഇത്. ഞങ്ങൾ അനുഭവിച്ച പേടി. കേരളത്തിൽ നിങ്ങളൊക്കെ ഫ്ലാറ്റിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കടുവ എന്ന് പറഞ്ഞ് പേടിച്ച് ഉറങ്ങാതെ ഉറക്ക വിളയ്ക്കാതെ ശബ്ദം 2 പ്രാവശ്യം പട്ടി അടുപ്പിച്ച് കുരവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം കടുവ പുറത്തോടെ. ഇനിയിപ്പോൾ CCTV ക്യാമറ വെച്ചാലും ഇല്ലെങ്കിലും കടുവ എന്ന് പറയുന്നത് ഇനി എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കും. ഇപ്പം നോക്ക്, ഇണ ചേർന്ന കടുവകളിൽ 4 എണ്ണത്തിനെങ്കിലും മിനിമം പ്രസവിക്കും. 4 എണ്ണത്തിനെങ്കിലും മിനിമം പ്രസവിക്കും. ഇത് 4 എണ്ണം 40 കടുവ എത്രയായിട്ട് ഇരട്ടിക്കുമെന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ വയനാട്ടിൽ ഇനി ചുരുളി എന്ന് പറയുന്ന സിനിമയുടെ അവസ്ഥയായിരിക്കും. കാരണം ഒരാൾ വേറൊരാളും അങ്ങോട്ട് കയറൂല. ഞങ്ങളവിടെ കാട്ടുമൃഗങ്ങളെയും കൊന്ന് വല്ല വാറ്റുമൊക്കെ ഉണ്ടാക്കി ഞങ്ങളവിടെ ജീവിക്കും. നിങ്ങളാരും അങ്ങോട്ട് വരില്ല. ചുരുളിയും പുറം ലോകം മനുഷ്യരുമായിട്ട് ബന്ധമില്ലാതെ ചുരുളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവറിഞ്ഞ് അങ്ങനെ ജീവിക്കേണ്ട ഒരവസ്ഥയായിരിക്കും മിക്കവാറും വയനാട്ട്. ഞാനിത് പറയാൻ വന്ന കാര്യം, ഞാൻ കോഴിക്കോട് ഈ അടുത്ത ദിവസം കഴിഞ്ഞ 22-ാം തീയതി മതേതര കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്താ പറയുക, ഞങ്ങൾ കടുവയുടെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ട് ഞാൻ ആദ്യം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു. പക്ഷേ എല്ലാവരും കടുവയെ പറ്റി ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം അതായത് ഞാൻ ഇപ്പം വെളിച്ചപ്പാടിൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. ഒരു വലിയൊരു പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്കൊന്നും അറിയണ്ട. കാരണം
കേട്ടില്ല എന്ന് നടിക്കുകയാണ്. ഞാൻ പറഞ്ഞു രാവിലെ ആകെ സ്ത്രീകൾക്ക് നടക്കാൻ പോകാനും പള്ളിയിൽ പോകാനും, കാരണം കിട്ടിയവനോട് ചോദിക്കാതെ രാവിലെ നടക്കാൻ പോകാനും പിന്നെ പള്ളിയിൽ പോകാനും ഒരിക്കലും കെട്ടിയവനോട് ആദ്യം ചോദിക്കണ്ട, രാവിലെ നടക്കാൻ. അതുപോലും വയനാട്ടിലെ പെണ്ണുങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു, കാരണം കടുവ കാരണം എന്ന് പറഞ്ഞപ്പോൾ, പിന്നെ മേഡം എന്തുകൊണ്ടാണ് കടുവ, നിങ്ങളുടെ നാട്ടിലെ കടുവ പ്രജനനം ചെയ്യുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണോ അതോ ഫെബ്രുവരി മാസം? ഇതൊക്കെ എനിക്കിങ്ങനെ അറിയാം, എനിക്കറിയില്ല, ഇത് ഫോറസ്റ്റുകാർ പറഞ്ഞതാണ്, എനിക്കിതൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ അവർക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് അവർക്ക് പിടിയില്ല, അവരുടെ ചെവിക്ക് അതൊന്നും ഞാൻ പറഞ്ഞ വിഷയങ്ങൾ. അപ്പം ഞാൻ എന്താണ് അടുത്ത വിഷയം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് ഇവർ ശ്രദ്ധിക്കാതിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ കിടക്കണം. വെളിച്ചപ്പാടിൻ്റെ ഭർത്താവെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഒരു പേര്, ഒരു രസം, ആ പേരിനൊരു രസമുണ്ട് എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ആ പേര് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിൽ ഈ പോസ്റ്റൊക്കെ ഇട്ട എൻ്റെ പിള്ളേർ എന്തിനാണ് നിങ്ങൾ ആ പേരൊക്കെ ഇട്ടിരിക്കുന്നത്, ഈ പേര് ആരെയോ ലക്ഷ്യം വെച്ചിട്ടില്ല. എന്ത് കുന്തൽ ലക്ഷ്യം വെക്കാൻ നമുക്കിപ്പോൾ ലക്ഷ്യം വെക്കാൻ ആരും ലക്ഷ്യം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതിനൊരു പേര് വേണം. എനിക്ക് പേര് പറഞ്ഞു തരാൻ ആരുമില്ല, അപ്പോൾ ഞാൻ തന്നെ ഒരു പേരും കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആ പേരുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഞാൻ ഒരു 2010 ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ യുക്തിവാദി സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു ഈ സയൻസ് ടെസ്റ്റ് അന്ന് ബാൻഷയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ആദ്യമായിട്ട് ഞാൻ എത്തുകയാണ്. 2010. അപ്പോൾ എൻ്റെ വിചാരം, യുക്തിവാദികളൊക്കെ ഭയങ്കര സ്ത്രീ സൗഹൃദ സമീപനമായിരിക്കും എന്നൊക്കെ വളരെ പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെല്ലുകയാണ്. അപ്പം ഈ സെക്സ് വിഷയങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തുറന്ന് സംസാരിക്കുന്ന ഒരു രീതിയാണുള്ളത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ആരോഗ്യപരമായ സെക്സിനെ പറ്റി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ടത് നമുക്ക് പ്രായപൂർത്തിയായവർക്ക് നമുക്ക് അതിനെപ്പറ്റി ആരോഗ്യപരമായ സെക്സിനെ പറ്റി നമുക്ക് സംസാരിച്ചുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് കുരിപ്പുഴ ശ്രീകുമാർ, കലാനാഥ മാസ്റ്റർ, ജബ്ബാർ മാഷ് ഒക്കെ ഉണ്ടന്ന് ആ പരിപാടിക്ക് പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് യുക്തിവാദികളുമായിട്ട് അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ സെക്സിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചു. പ്രായപൂർത്തിയായ അവർക്ക് സെക്സ് ചെയ്താൽ എന്താ, ഈ പള്ളിയിലച്ചന്മാർ അയ്യോ കല്യാണം കഴിയാതെ ദേഹത്ത് തൊടലേ എന്ന് പറയും. എന്തോന്ന് കല്യാണം കഴിയുന്നതിന് മുമ്പ് ദേഹത്ത് തൊട്ടാൽ എന്താ, പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും സെക്സ് ചെയ്താൽ എന്താ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാനൊന്നും പോയില്ല, കാരണം എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ ഫോണിൽ ഈ സെക്സിനെ പറ്റി പിന്നെയും ഫോണിൽ സംസാരിക്കേണ്ട ആൾക്കാർ. അപ്പോൾ പിന്നെ ആ മനുഷ്യൻ പറഞ്ഞു, അവൾക്ക് യുക്തിവാദമൊന്നുമില്ല, അവൾക്ക് കഴപ്പാ, അവൾക്ക് സെക്സ് ചെയ്യണം, അതിനു വേണ്ടിയുള്ള കഴിവ് മാത്രമുള്ള അവൾക്ക്, അല്ലാണ്ട് വേറൊരു കുന്തവും ഇല്ല, അവൾ യുക്തിവാദിയല്ല ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി. കാരണം ഞാൻ ഈ യുക്തിവാദി, കാരണം യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ എനിക്കറിയുള്ളൂ കേട്ടോ. യുക്തിവാദ പുരുഷന്മാരൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി. ഞാൻ വിചാരിച്ചു യുക്തിവാദി പുരുഷന്മാർ സ്ത്രീ സൗഹൃദ പുരുഷന്മാരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, നടക്കില്ല. ഇപ്പം എനിക്ക് എന്തോന്ന് ഇന്ന് ഈ വേദിയിൽ കുറച്ചും കൂടി സ്ത്രീകളുണ്ട് കേട്ടോ. കോഴിക്കോട് കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ, കുടുംബസംഗമമാണെന്ന് ഓർക്കണേ, കുടുംബസംഗമം ഇതുപോലത്തെ ഒരു വേദിയല്ല, ഇതുപോലത്തെ ഒരു സെമിനാരോ ഒന്നുമല്ല. കുടുംബസംഗമത്തിൽ ആകെ ഉള്ളത് മൊത്തം ഇതിൽ പുരുഷന്മാർ, 4 സ്ത്രീകൾ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ കുടുംബസംഗമത്തിൽ പോലും 4 സ്ത്രീകളേ ഉള്ളോ? എന്തുകൊണ്ടാണിത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്താ ബാധ്യതയില്ലേ? അയ്യോ അത് അവളോട് വരാൻ പറഞ്ഞാൽ അവൾ വരൂല, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് അവൾ വരാത്തത്? അവൾ മകളെ മ്യൂസിക് പഠിപ്പിക്കാൻ കൊണ്ടുപോയി, മകനെ ട്യൂഷന് കൊണ്ടുപോയി. എനിക്ക് അമ്മയ്ക്ക് വയ്യ, വയസ്സായ ആരുടെ അമ്മയ്ക്ക്? ഭർത്താവിൻ്റെ അമ്മയ്ക്ക് വയ്യ, വയസ്സായ അമ്മയ്ക്ക് വയ്യ, നോക്കാൻ നിൽക്കണ്ടേ? ആര് നോക്കാനാണ്? എന്താ ഭർത്താവിൻ്റെ അമ്മേനെ നോക്കേണ്ടത് അവളുടെ കടമയോ ഭർത്താവിൻ്റെ കടമയോ? എൻ്റെ സ്വന്തം അമ്മേനെ നോക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് വിചാരിക്കുന്നവളാണ് ഞാൻ. അത് എൻ്റെ ആങ്ങളയുടെ ഭാര്യയുടെ, എൻ്റെയും എൻ്റെ ആങ്ങളയുടെയും കടമയാണ്. അല്ല, കടമ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ കടമ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അവൾക്ക്, ഞങ്ങളുടെ കടമ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ അമ്മ തൂറും, എൻ്റെ അമ്മ മുള്ളും, അത് ഞാൻ എടുക്കുന്നത് പോലെ എൻ്റെ ആങ്ങളയ്ക്കും എടുക്കാൻ ബാധ്യതയുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അവളെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പിന്നെ
ഞാൻ യുക്തിവാദം പ്രസംഗമൊക്കെ കേട്ടിട്ട് സെമിനാറൊക്കെ കേട്ടിട്ട് വരാം. നീ അമ്മേനെ നോക്ക്, എന്തുകൊണ്ട് തിങ്ക് ചെയ്തുകൂടാ? എനിക്കറിയത്തില്ല, ഇത് എത്ര ചോദിച്ചിട്ട് കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ? ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീകൾ ഇതൊന്നും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ചോദിക്കില്ല. എത്ര യുക്തിവാദി പെണ്ണുങ്ങളുണ്ടല്ലോ. എനിക്കൊക്കെ ആദ്യമൊക്കെ അത്ഭുതമായതുകൊണ്ട് യുക്തിവാദി സ്ത്രീകളുണ്ടെന്ന്. കാരണം യുക്തിവാദി സ്ത്രീകളുണ്ടോ? ഞാൻ യുക്തിവാദിയാണ്, എനിക്കൊരു സ്ത്രീ ഒരു കൂട്ട് കിട്ടുമോ? കാരണം ഞാൻ പിന്നെ വയനാട്ടിൽ ഒരു യുക്തിവാദി സംഗമത്തിൽ പങ്കെടുക്കാൻ പോയി. അതായത് കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഇരുന്ന് വട്ടത്തിലിരുന്ന് വർത്താനം എല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഭക്ഷണം എടുക്കുമല്ലോ. നമ്മൾ ഭക്ഷണം എടുക്കാൻ വേണ്ടി സ്ത്രീകളെല്ലാം അടുക്കളയിലോട്ട് പോയി. പുരുഷന്മാരെപ്പോഴും അവിടെ ഇരിക്കുകയാണ്. ആർക്കും ഒരേ കനക്കവും ഇല്ല. അപ്പം ഞാൻ ചോദിച്ചത് എന്തൊരു ന്യായം? നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഭക്ഷണം എടുക്കുക, ഒരുമിച്ച് കഴിക്കുക, നമ്മൾ ഒരുമിച്ച് പാത്രം കഴുകുക, ഒരുമിച്ച് എച്ചിലെടുക്കുക. എന്നിട്ട് നിങ്ങൾ വിളിച്ച അതിഥികളുടെ ഭക്ഷണം അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? സ്ത്രീകളെല്ലാം അടുക്കളയിലേക്ക്. അപ്പോൾ പിന്നെ അവരെന്നെ വിളിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇനി വിളിക്കുമെന്ന് തോന്നില്ല. പിന്നെ അവരുമായിട്ട് എനിക്കൊരു എന്നെ കണ്ടിട്ടേ ഇല്ല ഞാൻ അവരെ. പിന്നെ അപ്പം നമ്മുടെ സ്ത്രീകളെന്ന് വെച്ചാൽ ഇവിടെ പകുതി ആളുകൾ സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് ഈ യുക്തിവാദി വേദികളിൽ പുരുഷന്മാരില്ലാതെ, സ്ത്രീകളില്ലാതെ പുരുഷന്മാർ മാത്രം? നമ്മളിങ്ങനെ സെമിനാറുകൾ മാത്രം നടത്തിയാൽ മതിയോ? ഇവിടെ സ്ത്രീകളെ കൊണ്ടുവരാൻ പുരുഷന്മാർക്ക് ബാധ്യതയില്ലേ? യുക്തിവാദി പുരുഷന്മാർക്ക് ബാധ്യതയില്ലേ? ഉണ്ടോ? ഉണ്ട്. അതായത് സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ സ്വതന്ത്ര ചിന്തകനാണ്, യുക്തിവാദിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തിനങ്ങനെ പറയുന്നത്? ആർക്ക് വേണ്ടി പറയുന്നു? നമ്മൾ മരിക്കും, നമ്മളെന്താ മെഡിക്കൽ കോളേജിന് നമ്മുടെ ശരീരം എഴുതി കൊടുക്കും, നമ്മുടെ കണ്ണ് ദാനം ചെയ്യും. ഇതൊക്കെയാണോ? അല്ല. നമ്മളെ മക്കളെ പെൺമക്കളെ നമ്മൾ ബോൾഡായി വളർത്തിയത്. ഞാൻ എൻ്റെ മോളെ നല്ല ബോൾഡായിട്ടാണ് വളർത്തിയത്. അവളെ കമ്മൽ ഞാൻ കാത് കുത്തിയിട്ടില്ല. അതാണ് വലിയ കാര്യം. അതല്ല, എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മേനെ നോക്കാൻ എനിക്ക് നീ ഇന്ന് പോ, ഇന്നിപ്പോൾ പാലക്കാട് വിമതയുണ്ട്, നീ ഇന്ന് പോ എന്ന് എത്ര പേര് പറയും? ആരും പറയില്ല. വളരെ കുറച്ച് പേര് പറയുള്ളൂ. അതുകൊണ്ടാണ് ഈ ചെറിയ ഹാള് വെച്ചിരിക്കുന്നത്. സ്ത്രീകൾ വരുമായിരുന്നുവെങ്കിൽ, സ്ത്രീകളെ ഇങ്ങനെ ഇതേപോലെ പറഞ്ഞു വിടുമായിരുന്നെങ്കിൽ, നീ പോയി ഒന്ന് കേക്ക്. ഞാനിത് കുറേ കേട്ടതാണ്, ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഞാൻ കേൾക്കാത്തൊന്നുമല്ല ഇത്. നീ ഒന്ന് പോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റ ഒരു സദസ്സിൻ്റെയും ഇത് ഫേസ്ബുക്കിൽ ഇടാറില്ല. കാരണം എനിക്ക് നാണക്കേടാണ്. പെണ്ണുങ്ങളില്ല അവിടെ. ഇവിടെ കുറച്ചുകൂടെ പെണ്ണുങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത്ര 10 പെണ്ണുങ്ങളുണ്ടല്ലോ. പെണ്ണുങ്ങളില്ല. അതെനിക്ക് നാണക്കേടാണ്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളുടെ കാര്യത്തിലും എനിക്ക് നാണക്കേടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ കുറി വിളിച്ചിട്ട് ഫെമിനിസ്റ്റാന്ന് പറയും. അതെനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഒന്നും ഫോട്ടോ ഇടാറില്ല. പിന്നെ എൻ്റെ വീട്ടിൽ 1-2 ഫെമിനിസ്റ്റുകൾ വന്നു. ഞങ്ങളുടെ ചേമ്പ് ചേന എല്ലാം പറിക്കുകയാണ്. ചേമ്പ് പറിച്ചു, ചേന പറിച്ചു, എല്ലാം പറിക്കാൻ അവർ കൂടി കേട്ടോ. കാന്താരിമുളക് പറിച്ചു, എല്ലാം അവർ കൂടി. അപ്പോൾ കറിവേപ്പില വേണമെന്ന് പറഞ്ഞു. കറിവേപ്പില ഇഷ്ടംപോലെ ഒന്ന് പോയി ഒടിച്ചെടുത്തോണ്ട്. അയ്യോ, ഞാൻ ഒടിക്കില്ല, എനിക്ക് മെൻസസ് ആയിരിക്കുക, സോയ പോയി ഒടിച്ചു തരാൻ. അത് ഫെമിനിസ്റ്റ് പറയാണ്. അത് എന്താണ്? ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്താണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. സോയ പോയി ഒടിച്ചതാ. എനിക്ക് പിന്നെ അത് സോയയുടെ കറിവേപ്പ് മുഴുവൻ കരിഞ്ഞു പോകുന്നു. എൻ്റെ കരിവേപ്പ് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നും ചേച്ചി ഒന്നൊടിക്കേ, അത് തളുത്ത് നിൽക്കുന്ന ഒന്നൊട്ടിക്ക്, ജസ്റ്റ് ഒന്നൊട്ടിക്ക്. അത് ഒടിച്ചിട്ട് ഇന്ന് അത് എത്രമാത്രം ഉഷാറായിട്ടാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ആർത്തമുള്ള സ്ത്രീകൾ ഒടിച്ചാലായിരിക്കും ചിലപ്പോൾ ഇതേപോലെ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവില്ല അല്ലേ? അതുപോലെ അസുഖം വന്നിട്ടുള്ള ഫെമിനിസ്റ്റുകളെല്ലാം ഡോക്ടർമാരാണ്. അതെ, പനി വന്നാൽ ചുക്ക് കാപ്പി കുടിച്ചാൽ മതി, ജലദോഷം വന്നാൽ ചുക്ക് കാപ്പി കുടിച്ചാൽ മതി കേട്ടോ. ആ ചുക്ക് കാപ്പി കുടിച്ചാൽ അസുഖം മാറുമോ? ഇല്ല, പിന്നെ നീ സിട്രസിനില്ല, അതും കൂടെ കഴിച്ചോ, കുഴപ്പമില്ല, അതും കൂടെ കഴിച്ചോ. അസുഖം മാറണമെങ്കിൽ അതും കൂടെ കഴിക്കണം. പിന്നെ എന്തിനാ ചുക്ക് കാപ്പി കുടിക്കുന്നത്? സിട്രസിൻ കഴിച്ചാൽ പോരെ. അങ്ങനെ കുറേ ഈ അടുത്ത ദിവസം കണ്ട് ഞാനിങ്ങനെ പിന്നെ ബാംഗ്ലൂർ പോയിട്ട് ബസ് ഇങ്ങനെ ഒരു കെട്ടിടത്തിന് പോയിട്ട് ഇടിച്ചങ്ങ് നിന്നു.
പെണ്ണുങ്ങളെല്ലാം അവിടെ സ്വസ്ഥമായിട്ട് ആ വണ്ടിക്കകത്ത് സ്വസ്ഥമായിട്ട് സ്ത്രീകളും കുട്ടികളെല്ലാം അതിനകത്ത് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇറങ്ങി നോക്കി എന്താ പറ്റിയ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ്. ഡ്രൈവറുടെ നെറ്റി പൊട്ടി, കൈയുടെ ഇവിടെ ഡ്രൈവർ പോയി ഫ്രണ്ടിലേക്ക് ഇടിച്ചിട്ട് അയാൾക്ക് എന്തൊക്കെയോ പരിക്ക് പറ്റി. ഞാനൊക്കെ ഫ്രണ്ടിലേക്ക് പോയി തെറിച്ച് പോയി കിടന്നു. പെണ്ണുങ്ങളെല്ലാം തെറിച്ച് പോയി കിടന്നു. അതേപോലെ പോയി ഏറ്റിട്ട് പോയി സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി. എന്തോ സംഭവിച്ചു അത് ഇനി അവർ ശരിയാക്കിക്കോളും, അല്ലെ അടുത്ത വണ്ടി കയറ്റി വിടും. ഇതാണ് സ്ത്രീകൾ പ്രതികരിക്കാനറിയാത്ത സ്ത്രീകളുടെ പ്രശ്നം. ഇതാണ്, ഒരു ബസ് പോയി ഇടിച്ചു മറിഞ്ഞു, പോയി തെറിച്ച് മുന്നിലോട്ട് വീണു, എന്നിട്ട് അതേപടി പോയി സീറ്റിൽ പോയിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചെന്നൊന്ന് ഇറങ്ങി നോക്കാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്ന് ഇറങ്ങി നോക്കി. ഇത് ഇന്നും ഇന്നലെയും സംഭവിച്ചതല്ല. സഹസ്രാബ്ദങ്ങളായിട്ട് മോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ഗോത്ര സമൂഹമായിട്ടും ഗോത്രങ്ങളായിട്ടും മതങ്ങളായിട്ടും പൗരോഹിത്യമായിട്ടും മോൾഡ് ചെയ്ത സ്ത്രീകളെ അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. അയ്യോ, പെണ്ണുങ്ങളും പിള്ളമക്കളും എല്ലാം കുട്ടികളെല്ലാം മാറി നിൽക്ക്, ഇവിടെ ആണുങ്ങൾ മാത്രം ഇങ്ങോട്ട് വാ. എന്ത് അപകടം നടന്നാലും എന്ത് സംഭവിച്ചാലും പെണ്ണുങ്ങളെല്ലാം മാറി നിൽക്ക്. പെണ്ണുങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നിങ്ങൾ പ്രസവിച്ചാൽ മതി, നിങ്ങൾ പ്രസവിച്ച് കൊച്ചുകളെ വളർത്തിയാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഇതൊക്കെ ചെറിയ പണിയാണല്ലോ. ഈ വെളിച്ചപ്പാടിൻ്റെ പേരെന്ന് വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ, നാസ്തികനായ ദൈവം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു ഫെമിനിസ്റ്റ് പോസ്റ്റ് ഇട്ടു. അതായത് ഫെമിനിസവും യുക്തിവാദവും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെയല്ലേ? ഫെമിനിസവും യുക്തിവാദവും രണ്ടാണോ? രണ്ടും ഒന്നാണ്. വിവേചനത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നതിൽ യുക്തി ഉണ്ടാവണം. യുക്തി എന്ന് പറയുന്നത് എവിടെ ചിന്തിച്ചാലും അത് യുക്തിവാദം തന്നെയാണ്. എന്തുകൊണ്ട് ദളിതൻ ഇതിലേ നടന്നുകൂടാ, സവർണ ഇതിലേ നടക്കാം? അത് യുക്തിവാദമാണ് അല്ലേ? അത് യുക്തി ചിന്തയുണ്ടല്ലേ കുറേ. ഞാൻ യുക്തിവാദിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയാത്ത കുറേ പേര് ചോദ്യം ചെയ്തത് കൊണ്ടാണ്. ഈ ഫെമിനിസ്റ്റുകൾക്കറിയില്ല അവർ യുക്തിവാദികളാണെന്ന്. അപ്പം ഞാൻ ആദ്യം ഫെമിനിസ്റ്റുകളെ കുറ്റം കുറച്ച് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫെമിനിസ്റ്റുകൾ കുറ്റം പറഞ്ഞതല്ല, നിങ്ങൾക്ക് വേണ്ടി വരികയാണ്. ഞാൻ സ്ഥിരമായി കുടുംബത്തിൽ സന്ദർശിച്ച ഒരു യുക്തിവാദി കുടുംബം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനായിട്ട് ആ കുടുംബം നശിപ്പിച്ചു. എനിക്ക് വിഷമമുണ്ട്, എന്നാലും നശിപ്പിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. എന്താ ചെയ്യപ്പാ? അവർ ദളിത് വിരുദ്ധത, സ്ത്രീ വിരുദ്ധത, ഇത് സ്ത്രീ വിരുദ്ധതയാണ് കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ ചൂണ്ടിക്കാണിച്ച ഭാര്യനെ വിളിക്കുന്നത് വേശ്യ, പിന്നെ വിളിക്കുന്നത് പൊലയാടി മോളേന്ന്. ഒരു ദിവസം സ്വന്തം മകളുടെ മുമ്പിൽ വെച്ച് കട്ടിലേന്ന് അടിച്ച് വലിച്ച് താഴിച്ച് സ്റ്റെയർ കേസിലൂടെ വലിച്ചപ്പോൾ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങല്ലാതെ അവൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അവൾ ഇറങ്ങി വന്നത് എൻ്റെ അടുത്തേക്കായിരുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്? ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചാണ് അവളെ പൊലയാടി മോളെന്ന് വിളിച്ചത്. ഞാൻ ചോദിച്ചു, മനുഷ്യ, നിങ്ങൾ ദളിത് വിരുദ്ധതയെ കുറ്റിപ്പറിച്ച് എഴുതുന്ന ആളല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് പൊലയാടി മോളെ? ഇത് ഒരു കഥയല്ല കേട്ടോ, ഇതൊരു കഥയല്ല. പക്ഷെ കുറേ പേർ ശരിയായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശരിയാക്കി. പക്ഷെ ഈ പറയുന്നത് അയാൾക്ക് അത് തെറ്റാണെന്ന് തോന്നിയില്ല എന്നുള്ളതാണ്. അതിലൊരു വേദനയുള്ളൊരു കാര്യം, എനിക്ക് വളരെ വേദനയുള്ളൊരു കാര്യം. ഞാൻ അയാളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇതിലിടപെട്ടില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവളുടെ വിഷമത്തെപ്പറ്റി ചോദ്യം ചെയ്തില്ല? അതെന്തിനാ ഒരു കുടുംബം തകർക്കുന്നതെന്ന് വിചാരിച്ചെന്ന്. അപ്പം എത്ര വേദന സഹിച്ചാലും ഒരു സ്ത്രീ കുടുംബം നിലനിർത്തിക്കോണം. സ്ത്രീകളുടെ ബാധ്യത മാത്രമാണ് കുടുംബതല നിലനിർത്തൽ. സ്ത്രീ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് അതാരാണ് ഇത്? എന്താണ് യുക്തിവാദിയാണ് പറയുന്നത്? എനിക്ക് അറിയത്തില്ല എന്താണ് പിന്നെ ഈ യുക്തിവാദം. എന്തിനാണ് ഞാൻ യുക്തിവാദിയാണ്, ഞാൻ സ്വതന്ത്ര ചിന്തകനാന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ജനാധിപത്യം നടപ്പാക്കിയത്. എൻ്റെ കുടുംബത്തിൽ ഞാൻ മരിച്ചാലും ഇന്ന് എനിക്ക് എൻ്റെ അവകാശം എനിക്കിവിടെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിലനിർത്തിയത്. ഇതിപ്പോൾ സുഖമാണല്ലോ, കുഴപ്പമില്ലല്ലോ, കാരണം എന്നെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് അതിനേക്കാളും വിഷമമുള്ള ഒരു കാര്യം, അവൾ കുട്ടിയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം യുക്തിവാദി ചോദിക്കുകയാണ്, നീ മോളെ കൂട്ടി ഇറങ്ങിയില്ലേ, നീ തന്നെ നോക്കാൻ. അങ്ങനെയാണോ പറയേണ്ടത്? ഇവർക്ക് നിയമത്തെക്കുറിച്ച് എന്തറിയാം? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതാണല്ലോ നമ്മുടെ നാട്ടിൽ കുടുംബം ഉണ്ടാക്കുന്നു.
അതിൽ കുട്ടി ഉണ്ടാവുന്നു. ഈ കുട്ടിയെ ഒരാളുടെ മാധ്യമാണോ, ആ കുഞ്ഞിനെ പെൺകുഞ്ഞിനെ അമ്മയുടെ കൂടെ ഇറങ്ങിപ്പോയാൽ പിന്നെ അവളുടെ ചുമതല മുഴുവൻ അവൾ നോക്കിക്കോണം എന്ന് യുക്തിവാദി പറയണമെങ്കിൽ വേറെ ആരും പോട്ടെ, വിശ്വാസം എൻ്റെ കിട്ടിയാൽ അതൊക്കെ പറയും. എനിക്കതിൽ വലിയ വിശ്വാസം വലിയ അതിശയമൊന്നുമില്ല. കാരണം എൻ്റെ കിട്ടിയാൽ അതൊക്കെ പറയും. കാരണം പുള്ളിക്ക് ആ കാര്യത്തിൽ വലിയ വിവരമൊന്നുമില്ല. നീ കൊണ്ടുപോയതല്ല, നീ വേണം നോക്കിക്കോളാൻ പറയും. ഒരു യുക്തിവാദി അത് പറയണമെങ്കിൽ എത്രമാത്രം വേദനാജനകമാണ്, എത്രമാത്രം വിഷമമുള്ളൊരു കാര്യമാണ് യുക്തിവാദികൾ അങ്ങനെ പറയുമ്പോഴുണ്ടാവുന്നത്. എന്നിട്ട് അവൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ അവൾക്കറിയാവുന്ന എല്ലാവരെയും വിളിച്ചു. ആരും അവൾക്ക് സപ്പോർട്ട് നിന്നില്ല, അവൾക്ക് കൂട്ടുന്നില്ല. അവൾ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. എൻ്റെ കൂടെ ഞാൻ നിലപാടിനൊപ്പം നിന്നു. ഞാൻ മരിക്കുന്നവരെ അവളുടെ കൂടെ നിൽക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ആരും അവൾക്കൊപ്പം നിൽക്കാത്തത്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് അങ്ങനെ ഇറങ്ങിപ്പോയാൽ ന്യായം അവിടെയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒപ്പം നിൽക്കണം. അതല്ലേ ശരി? ഞാൻ അക്കാര്യത്തിൽ വല്ലാതെ വികാരധീനയായി പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വേറെ വിഷയം പറയാം. വേണമെങ്കിൽ നമ്മുടെ തുല്യ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയാം. അല്ല, ഈ യുക്തിവാദികൾ പലതന്നെ യുക്തിവാദികളുണ്ടല്ലോ. എന്ത് കണ്ടാലും കേട്ടാലും കേട്ടില്ല എന്ന് നടിക്കുന്നവർ, കണ്ടാലും കേട്ടില്ല, ഇതിൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ല മറ്റും നിൽക്കുന്നവർ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എല്ലാം അറിയാം, എന്നാലും ഇതിപ്പോൾ എന്താ ചെയ്യുക, വളർത്തുദോഷം, ഇത് പെണ്ണിൻ്റെ വളർത്തുദോഷമാണ്. പെണ്ണിനെ വീട്ടിൽ നിന്ന് വളർത്തിയത് അങ്ങനെ വിട്ടതല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന്? ഈ വളർത്തുദോഷമാണല്ലോ ഈ വിശ്വാസം എന്ന് പറയുന്ന ഒന്ന്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് വളർത്തുദോഷമല്ലേ? അതിനെ മറികടക്കാൻ ആർക്ക് പറ്റി? ഈ യുക്തിവാദികൾക്ക് പറ്റി. ഇതിനെ മറികടക്കാൻ പറ്റില്ല. ഇതിനെ മറികടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഖം പോവില്ലേ? ഇതിനെ മറികടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഖമെല്ലാം പോവും. എനിക്ക് പിന്നെ തുണി അലക്കി തരാനും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും എൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം എത്തി നിൽക്കാനും ആരാ ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര അതിനെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഉണ്ട് മൂന്നാല് തരം യുക്തിവാദികൾ. ഈ ശതമാനം കണക്കൂട്ടാണെങ്കിൽ 10, 20, 50 അങ്ങനെ ശതമാനം കണക്കൂട്ടി പോവാം. 100% യുക്തിവാദി ആരുമില്ല, ആരും തന്നെ ഇല്ല. ആർക്കും അങ്ങനെ ആവാൻ പറ്റില്ല. ഈ വളർത്തുദോഷത്തിൻ്റെ പേരും പറഞ്ഞ് രക്ഷപ്പെടുന്ന കുറേ പേരുണ്ട്. അമ്മമാർ വളർത്തിയതിൻ്റെ ദോഷമാണ് അവൾ അനുഭവിക്കുന്നത്. അവളോട് ഞാൻ അടുക്കളയിൽ പോയിട്ടുണ്ടെങ്കിൽ അവൾ പറയും, ചേട്ടൻ പൊക്കോ, ഞാനെല്ലാം ചെയ്തോളാം, ചേട്ടൻ പൊക്കോ, ഞാനെല്ലാം ചെയ്തോളാം. ചേട്ടൻ പൊക്കോ, ഞാനെല്ലാം ചെയ്തോളാം. അന്നാ പിന്നെ നീ എല്ലാം ചെയ്തോ, ഞാൻ ചോദിച്ചില്ല എന്ന് പിന്നെ പറയരുത് കേട്ടോ എന്ന് പറയും. എന്ത് ചോദിച്ചില്ല, നമ്മളങ്ങ് ചെയ്ത് നീ ആരാണ് ഇത് പറയാൻ? ഇത് എൻ്റെയും കൂടെ വീടാണ്, എൻ്റെയും കൂടെ കടമയാണ്, എൻ്റെ ഭക്ഷണം ഉണ്ടാക്കലും നിനക്ക് പറ്റില്ല. അങ്ങനെ പറയാൻ എത്ര പേർക്ക് പറ്റും? അവൾ പൊക്കോളാൻ പറഞ്ഞാൽ നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാണ് പോണത്? അവൾ പൊക്കോളാൻ പറയുമ്പോൾ ഓടിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കറിയാൻ പാടില്ല, ഈ വിമത വന്ന വല്ലാത്തൊരു ആവേശമാണ് കേട്ടോ. പിന്നെ ഈ കുടുംബവും സദാചാരവും ഒക്കെ നിലനിർത്തേണ്ട സ്ത്രീയുടെ മാത്രം കടമയായതുകൊണ്ട് സ്ത്രീകളെല്ലാം തന്നെ ഈ അടുത്തും കണ്ട് ഫ്ലാറ്റിൽ നിന്ന് കുഞ്ഞിനെ എറിഞ്ഞു കൊന്നത്, അതും പറഞ്ഞില്ലേ? ഈ കുഞ്ഞ് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനില്ലാത്ത തന്തയില്ലാത്തവനെ എന്ന് പറഞ്ഞ് പരിഹസിക്കും എന്ന് വിചാരിച്ചിട്ടില്ല ആ കുട്ടി അങ്ങനെ ചെയ്തത്. പിഴച്ചവളെ എന്ന് പരിഹസിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ ആ കുട്ടി അങ്ങനെ ചെയ്തത്. എത്രയോ കുഞ്ഞുങ്ങളെ അമ്മമാരെ എറിഞ്ഞുകൊള്ളും, എത്ര കുഞ്ഞുങ്ങൾ വേദനിച്ചും മരിക്കുന്നു എന്ന് ഓർത്തക്കണം. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ, വയറ്റിൽ കിടന്ന് മരിക്കുന്നതല്ല, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ കുഞ്ഞുങ്ങളാണെന്ന് ഓർക്കണം. ഈ സദാചാരത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നത്, സ്വന്തം അമ്മയുടെ കയ്യാൽ കൊല്ലപ്പെടുന്നത്, അമ്മയ്ക്ക് നിവൃത്തിയില്ല, കൊന്നു പോവാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നില്ല ആ അപ്പനും അമ്മയും അറിയാതെയാണ് അത് ചെയ്തതെന്ന്. അതറിയാം, എന്ത് ചെയ്തോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്തെങ്കിലും ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത്, ജനിച്ച് ഭൂമിയിലേക്ക് വീണ ഒരു ജീവനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി, 22 വയസ്സായ ഒരു പെൺകുട്ടി എത്തണമെങ്കിൽ സദാചാരത്തിൻ്റെ ആ ഒരു വലിയ ഒരു കൈകൾ എത്രമാത്രം തീക്ഷ്ണമാണെന്ന് ഓർക്കണം. സദാചാരം കാക്കേണ്ടത് പെണ്ണിൻ്റെ അവസരം. ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കുട്ടികൾ, അവിടെ പഴശ്ശിരാജാ കോളേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഴശ്ശിരാജാ കോളേജിലെ കുട്ടികളൊക്കെ കോഴിക്കോട് ആ ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ്. അപ്പം നമ്മുടെ നാട്ടിൽ അവർ വരുമ്പോൾ
അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ആ കബനിപ്പുഴയുടെ വക്കിലും അവിടെ കരയിലൊക്കെ പോയി കുറച്ച് അവിടെ ഒരു നല്ല രസമാണ്. അവിടെ ഒരു സൈഡിൽ കാട്, ഒരു സൈഡിൽ പുഴ, കുറച്ച് പുൽത്തകടി, അങ്ങനെ അവർ ആസ്വദിക്കാനൊക്കെ അവർ പോകും. അങ്ങനെ ആസ്വദിക്കാൻ പോകുമ്പോൾ ഇവർ അവിടെ ഈ കർണാടകയിലെ വൈൻ ഷോപ്പ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ വൈൻ ഷോപ്പ്. അവിടെ ഈ ചെറിയ ചെറിയ തീപ്പെട്ടിക്കൂട് പോലത്തെ മദ്യം കിട്ടും. ആ ഒരു സംഭവം ഉണ്ടായത് അത് ഈ കുട്ടികളെല്ലാം കൂടെ അവിടെ പോയി മദ്യം കഴിച്ചു, കടന്നു, ചിരിച്ചു. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. ഈ കുട്ടികളെല്ലാം കൂടി അതിരാവിലെ എന്ത് ചെയ്തു, കബനിപ്പുഴയും പുഴ കടന്നക്കരെയുള്ള കർണാടകയും കാണാൻ പോയപ്പോൾ ഇവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അവർക്ക് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ചെന്ന കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്നിട്ട് ചെറിയൊരു കൂട് മദ്യം മേടിച്ചു. ഇത് ഈ പെൺകുട്ടികൾ കഴിച്ചു. അതിലൊരു കുട്ടിക്ക് ഇത് കഴിച്ചപ്പോൾ ചിരി അങ്ങ് തുടങ്ങി. അവൾ ചിരിയോട് ചിരി, അവളവിടെ പുൽത്തകടി കിടന്ന് ചിരിയോട് ചിരി. ആർക്കും ദോഷമില്ലാത്തൊരു സന്തോഷം. അവളവിടെ കിടന്ന് ചിരിച്ചപ്പോൾ കൂട്ടുകാരും കൂടെ കിടന്ന് ചിരിച്ചു. വിശാലമായ പുൽത്തകടിയാണ്. അവിടെ എന്തോന്ന് സദാചാരദോഷം സംഭവിക്കാനാണ്, എന്തോന്ന് സദാചാരദോഷം സംഭവിക്കാൻ. ആ ഒരു നിർദോഷമായി ആർക്കും ഒന്നുമില്ലാതെ ആ പെൺകുട്ടികളും ആ ആൺകുട്ടികളും അവിടെ നിന്ന് തമാശ പറഞ്ഞു. ഞാൻ വീഡിയോ കണ്ടതാണ്. ചിരിയാണ്. അവർ ചിരിക്കുക മാത്രമല്ല, ഒന്നും ചെയ്യുന്നില്ല. അവർ ചിരിക്കുന്ന അവളെ വലിച്ചെണീപ്പിച്ച് ഇവർ കൊണ്ടുപോവാണ്. പിറ്റേ ദിവസം മുതൽ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വാർത്തയിലും എല്ലാം പെൺകുട്ടികൾ മദ്യം കഴിച്ചു, കഞ്ചാവ് അടിച്ചു. എവിടെ കഞ്ചാവ് അടിച്ചു? അതുങ്ങൾ കഞ്ചാവ് കഴിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. കഞ്ചാവ് കഴിക്കണേ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് വലിച്ച് പുകയെടുത്ത് വരികയൊക്കെ ചുമച്ച് നെഞ്ചും എല്ലാം നീറിട്ട് ഒരു കൊന്തോ എനിക്ക് കിട്ടിയിട്ടില്ല. അതിനകത്ത് വെറുതെ തലകറി ഇങ്ങനെ ആടി എന്ത് കോപ്പാണ് ഈ കഞ്ചാവ്, എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊന്നും ഈ കൊച്ചു പെൺകുട്ടികൾ കഞ്ചാവ് വലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സംഭവം ഇത്രയുള്ള ചെറിയൊരു മദ്യം വയറിൽ വിശപ്പ് ഭക്ഷണം കഴിക്കാത്ത അതിൽ കഴിച്ചതിൻ്റെ പേരിൽ അതുങ്ങൾ അവിടെ കിടന്ന് ഇച്ചിരി നേരം ചിരിച്ച് ആ പുൽത്തകടിക്ക് കിടന്ന് ചിരിച്ച് ആർക്കും ദോഷമില്ലാത്ത ഒരു സന്തോഷം അനുഭവിച്ചത് വീഡിയോയിൽ പകർത്തി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആഘോഷിച്ചിട്ട് അവരെ അപമാനിച്ച് എവിടെയൊക്കെ വിളിച്ചത്? പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവരെ അപമാനിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവർ കർണാടക പോകണ മദ്യപിച്ചത്. അവരെ മാത്രമല്ല, അവരുടെ അച്ഛനമ്മമാരെ വിളിച്ചിട്ട് വിചാരണ ചെയ്തു. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പഴശ്ശിരാജ കോളേജിൽ വിളിച്ചിട്ട് വിചാരണ ചെയ്തു, അച്ഛനമ്മമാരെയും വിളിച്ചിട്ട്. പിന്നെ ഇവിടെ ഹാൻഡ് പോസ്റ്റ് അറിയുമോ? ഹാൻഡ് പോസ്റ്റല്ല, ഇച്ചിരി ഹെഗഡദേവൻകോട്ട, മറ്റേ കർണാടക, അവിടുത്തെ പോലീസ് വിളിച്ചിട്ട് വിചാരണ. ഇത്രയൊക്കെ അപമാനിക്കാൻ ആ കുട്ടികൾ എന്ത് ചെയ്തിട്ടാണ്? സംഭവം ഇത്രേ ഉള്ളൂ. അതിലൊരു 3-4 പെൺകുട്ടികൾ പെട്ടുപോയി. ഇതിൽ ആൺകുട്ടികളായിരുന്നെങ്കിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു, ആരെയും വിളിക്കുകയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ഇതിലൊന്നും ഒരു പ്രശ്നവും വരില്ലായിരുന്നു. ഇത് ഒരു കൊച്ചു പെൺകുട്ടികൾ അതിൽ പെട്ടുപോയതിൻ്റെ പേരിൽ എത്രയോ സ്ഥലങ്ങളിൽ ഒരു പോലീസിനൊന്നും ചെയ്യാനില്ല, എന്നിട്ടും വെറുതെ വിചാരണ ചെയ്യുവാണ്. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള വികാരം? ഈ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒന്ന് എന്നോട് തന്നെ ചോദിക്കണം, എന്തായിരിക്കും ഇതിനുള്ള വികാരം? എന്തിനാണ് ആ കുട്ടികളെ ഇങ്ങനെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്? മാത്രം അവരുടെ അച്ഛനമ്മമാരെ വിളിച്ച് അത് കഴിഞ്ഞ് സസ്പെൻഡ് ചെയ്തപ്പോൾ ഞാനടക്കമുള്ളവർ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിൽ എഴുതി ഒരു കാര്യം, കോളേജുകാർ പേരടക്കം ഫേസ്ബുക്കിലിട്ടു, പെൺകുട്ടികളുടെ ആൺകുട്ടികൾ, പിന്നെ എൻ്റെ അഡ്രസ്സ് അടക്കം ഇട്ടു. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ആ പെൺകുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്ര പോന്ന മദ്യം അവർ കഴിച്ചത്. ആ മദ്യം കഴിച്ചതിൽ അവർ ഭക്ഷണമൊന്നും കഴിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് കിക്കായിപ്പോയി. കാരണം വെളുപ്പാങ്കാലത്ത് പോയതാണ് നിങ്ങളവിടെ, കിക്കായിപ്പോയി. അവരെന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങളൊന്നും ഇത്രയും കഴിച്ചുള്ളൂ. കാരണം എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. ഞാൻ ആ പിള്ളേരെ കണ്ടുപിടിച്ചു, ഞാൻ അന്വേഷിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്, എന്താ തെറ്റ്, നിങ്ങളെ ഭാഗത്ത് എന്താ തെറ്റ് പറ്റിയത്, എനിക്ക് അറിയണം അത്. കാരണം എനിക്ക് ഭ്രാന്ത് പിടിച്ചു. ഇത്രയും പെൺകുട്ടികളെ ഇത്രയും വിളിച്ചിട്ട് ഇത്രയും ചേച്ചി ഞങ്ങൾ ഇത്രയും മതി, ഇത്രയും ഒരു തീപ്പെട്ടി, അതൊരു ഫ്രൂട്ടിയുടെ ഒരു പാക്കറ്റാണല്ലോ അവിടെ കർണാടക കിട്ടുക, അറിയില്ല. അതിൻ്റെ ഒരു 3 പേര് കൂടി അത്രയും കഴിച്ചു. ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എന്തോ പോലെ ആയിപ്പോയി ചേച്ചി. അപ്പോൾ എനിക്ക് ചിരി വന്നു. മറ്റൊരു 2 പേരും ചിരിച്ചൊന്നുമില്ല, എനിക്ക് ഭയങ്കര ചിരി വന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ചെറിയ മോനെ ഒരു സാദ്യം തെങ്ങുകളിൽ കൊടുത്തപ്പോൾ അവൻ കുറേ ചിരിയോട് നിർത്തുന്നില്ല. അത് ചില കുട്ടികൾക്ക് അങ്ങനെയാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ അത്രയും ചെറിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവർ എവിടെയൊക്കെ വിളിച്ചാണ് വിചാരണ ചെയ്തത്? പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ, കോളേജിൽ, HD കോട്ടയിൽ, ഇവിടെ മാതാപിതാക്കളെ വിളിച്ചു. എന്ത് തെറ്റാണ് അവർ? ഒന്നുമില്ല. അവസാനം സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ പ്രതികരിച്ചതിൻ്റെ പേരിൽ
അവരെ തിരിച്ചെടുത്തു. പക്ഷേ അവരുടെ ബുക്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് കൊടുത്തു. ആ കുട്ടികൾ എന്ത് തെറ്റാ ചെയ്തത്? ഈ സദാചാരം കാക്കേണ്ടത്, ഈ ലോകത്തിലെ സദാചാരം കേൾക്കേണ്ടത് സ്ത്രീകളുടെ തലയിൽ മാത്രമാണ്. സ്ത്രീകളുടെ തലയിൽ ഇങ്ങനെ സദാചാരത്തിന് വലിയൊരു കൊട്ട ഇതും ചുമന്ന് നടക്കേണ്ട ഗതികേടാണ് സ്ത്രീകൾക്ക്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലുന്നത്. ഇത് പിന്നെ മതപൗരോഹിത്യം മാത്രമല്ല കേട്ടോ ഇതിൻ്റെ പേരിൽ നിന്നത്. ഇത് സാധാരണ ഇത് സിനിമ, സാഹിത്യം, ഭരണകൂടം, ഇതിനെല്ലാം ബാധ്യതയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലുന്നതിലില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സിനിമയ്ക്കില്ലേ? സാഹിത്യത്തിനില്ലേ? ഭരണകൂടത്തിനില്ലേ? ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എറിഞ്ഞു കൊല്ലുന്നതിൻ്റെ ബാധ്യത ആരാണ് ഏൽക്കേണ്ടത്? ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സാധാരണ ഒരു നാടിൻ്റെ വളർച്ചയെ നന്നായി മുരടിപ്പിക്കും. എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ സിറ്റി വളരുന്നത്? അല്ലേ ഡോക്ടർ? ബാംഗ്ലൂർ സിറ്റി എന്തുകൊണ്ടാണ് വളരുന്നത്? അവിടെ സദാചാരത്തിൻ്റെ, അവിടെ ഷഡ്ഡിയുടെ സൈഡ് കാണുന്നുണ്ടോ, അവിടെ വെറ്റിക്കോട്ടിൻ്റെ സൈഡ് കാണുന്നുണ്ട്. ആരും ഇല്ല അവിടെ ആരും ശ്രദ്ധിക്കാനില്ല, അവിടെ ആരും മൈൻഡ് ചെയ്യാൻ പോലും ഇല്ല. ആ സമയത്ത് കോഴിക്കോട് ടൗണിലെങ്ങാനും ഒരു ട്രൗസർ ഇട്ട ഒരു പെൺകുട്ടി നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോഴിക്കോട് ടൗണിലെങ്ങാനും ഒരു പെൺകുട്ടി ആൺകുട്ടി കെട്ടിപ്പിടിച്ച് നടന്നിട്ടുണ്ട്, അതിൻ്റെ പുറകെ നടക്കുക. അങ്ങനെയുള്ളിടത്തേക്ക് യുവജനം തിരിഞ്ഞു നോക്കില്ല, യൂത്ത് തിരിഞ്ഞു നോക്കില്ല. അവിടെ ഒരു പുതിയ സംരംഭം ഉണ്ടാവില്ല. അവിടെ മൾട്ടിനാഷണൽ കമ്പനികൾ ഒന്നും ഉണ്ടാക്കില്ല അവിടെ. ശരിയല്ലേ? സദാചാരത്തെ വേണ്ടിയിട്ട് പുറകെ യൂത്ത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. കാരണം സ്വാതന്ത്ര്യമാണ് ഇനി അടുത്ത യൂത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യം. ഇനി യൂത്ത് സദാചാരം ഇല്ലാത്തടത്തേക്ക് മൈൻഡ് പോലും ചെയ്യില്ല. അതുകൊണ്ട് ഈ നഗരങ്ങളൊക്കെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് ഡൗൺ എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ അടി ഉണ്ടാക്കിയത്, ചുമ്മന സമരം ഉണ്ടാക്കിയതൊക്കെ. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴും അവിടെ ഞാനൊരു ട്രൗസർ ഇവിടം വരെ ഇങ്ങനെ കെട്ടിയ കുറേ സ്ത്രീകളല്ലാണ്ട് വൈകുന്നേരമായിട്ടുണ്ട് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ അവർ കാറ്റ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇച്ചിരി കാറ്റ് കൊള്ളും, താത്തി വെക്കും. ഇങ്ങനെയുള്ള സ്ത്രീകളല്ലാണ്ട് ഞാൻ അവിടെ ഒരു പെൺകുട്ടിയെ, ട്രൗസർ ഇട്ട ഒരു പെൺകുട്ടിയെ ഞാൻ കാണില്ല. കാരണം അവിടെ സൈബർ പാർക്കൊക്കെ ഉണ്ടായിരിക്കും. അവിടെ വരുന്നത് ആരാന്നറിയോ? ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട പെൺകുട്ടികൾ മാത്രമേ സൈബർ പാർക്കിൽ അപേക്ഷിക്കുകയുള്ളൂ. വേറെ അപേക്ഷിക്കും? ട്രഡീഷണൽ ഡ്രസ്സൊക്കെ അവരവരുടെ ഇഷ്ടം, അതിടുന്നത് അവരുടെ ഇഷ്ടം, ട്രൗസർ ഇടുന്നത് എൻ്റെ ഇഷ്ടം, ബീഫ് കഴിക്കുന്നത് എൻ്റെ ഇഷ്ടം, ചിക്കൻ കഴിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. ഇഷ്ടങ്ങൾ എന്താണോ അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കട്ടെ, അല്ലാത്തൊരു പോയിട്ട് എന്നുവെച്ച് ചെയ്തോട്ടെ. അങ്ങനെ ഇല്ലാത്ത ഫാസിസ്റ്റ് നാടുകളിൽ ഇനി യുവജനം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റൂല. ജവഹർലാൽ നെഹ്റു മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നു, നമ്മുടെ നാടിൻ്റെ പോപ്പുലേഷൻ തന്നെ ഇനി നമ്മളെ രക്ഷിക്കുമെന്ന്. കാരണം നമ്മുടെ നാട്ടിലെ പിള്ളേർ അപ്പം ഒക്കെ അവിടെ പോയി പണിയെടുത്തിട്ട് നമ്മളെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ഇനി ഇത്തെ കാലത്ത് ഈ കുട്ടികളെല്ലാം ഈ നാട് വിട്ടു പോകും. അവരെ രക്ഷിക്കുകയുള്ളൂ. ഇനി നമ്മളെ രക്ഷിക്കാൻ ഇനി ആരും ഉണ്ടാവില്ല. നമ്മളിനി എങ്ങോട്ടാ പോവുക? എനിക്കറിയില്ല. നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല, നമുക്കിഷ്ടമുള്ള പാട്ട് പാടാൻ പറ്റില്ല. ഇതൊന്നും പറ്റില്ലാത്തടത്ത് നമ്മളിവിടെ ഇനി എങ്ങനെ നിൽക്കുക? അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷയം ഇങ്ങനെ കാട് കയറി പോയി കേട്ടോ. സംഭവം വെളിച്ചപ്പാടിൻ്റെ ഭർത്താവ് തന്നെ. എന്നാലും വെളിച്ചപ്പാടിൻ്റെ ഭർത്താവൊക്കെ ആ പാടിന് പോയി. വെളിച്ചപ്പാടിൻ്റെ ഭർത്താവ് എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ എഴുതിക്കൊണ്ട് വന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, കാട് കയറിയൊക്കെ പോവുകയാണ്. ഇതിപ്പോൾ ഈ തുല്യപ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഈ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ തുല്യപ്രാതിനിധ്യത്തെ പറ്റി കുറച്ച് ഞാൻ സുൽഫത്ത് ടീച്ചർ, അങ്ങനെ കുസ്മൻ ടീച്ചർ, അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് കാലമായിട്ട് അതിൻ്റെ പുറകെ നടക്കുന്നു. അപ്പോൾ ഈ കുറച്ച് കാലം മുമ്പോട്ട് ഒരു ഇത് കേട്ടു, നിങ്ങൾ കമ്മിറ്റിയിൽ ഇനി സ്ത്രീകളെ ഉൾപ്പെടുത്തുമോ? എന്താ നിങ്ങൾ കമ്മിറ്റീനെ ഉൾപ്പെടുത്താൻ നോക്കുമോ, നശിപ്പിക്കാൻ നോക്കുവാണെന്ന് അങ്ങനെ ഒരു ഇത് കേട്ടായിരുന്നോ? കമ്മിറ്റിയിൽ ഇനി സ്ത്രീകളെ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കമ്മിറ്റീനെ നശിപ്പിക്കാൻ നോക്കുവാണെന്ന്. ഇതിന് ഭയങ്കര തമാശയായിട്ട് ലഘൂകരിച്ച് കൊണ്ടു നടക്കുന്നവരാരാന്നറിയാവോ? സ്ത്രീകൾ തന്നെയാണ്. ആ ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ വേദനാജനകമായത്. ഇവിടെ അപ്പോഴത്തേക്കും സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ് കേട്ടോ. സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ് ആയിരിക്കും. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞു, ഇത് ഇന്നലെ ഉണ്ടായതല്ല. സഹസ്രാബ്ദങ്ങളിലായിട്ട് സ്ത്രീകളുടെ ശത്രുവിനെ സ്ത്രീയാക്കി എടുക്കുകയും ചെയ്തത്. അതിന് സ്ത്രീയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണിത്.
അതിന് സ്ത്രീ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ഇപ്പോൾ ഞാൻ സ്ത്രീകൾ ഭരിക്കാൻ, സ്ത്രീകൾക്ക് കഴിവില്ലാത്തവരോ ഭരിക്കാൻ ഒന്നും കഴിവില്ലാത്തവരോ ഒന്നുമല്ല. കാരണം ഇതിഹാസവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഒരുപാട് ഭരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് സൂചനകൾ പിന്നെ രാമായണത്തിലും മഹാഭാരതത്തിലുണ്ട്. രാമായണത്തിൽ പറയുന്നുണ്ട് പിന്നെ ജാനകി ഭരിക്കട്ടെ എന്ന്. അതായത് രാമനെ കാട്ടിലേക്ക് വിട്ടേര്, ജാനകി എന്ത് രസമായിരുന്നു ജാനകി ഭരിച്ചായിരുന്നെങ്കിൽ, ശല്യം ഒഴിവായും കിട്ടിയേനെ. ജാനകി ഭരിച്ചായിരുന്നു എന്തുണ്ട്, ഈ രാമനെ കൊണ്ടുള്ള ശല്യം ഒഴിവായും കിട്ടിയേനെ, ജാനകി നല്ല അടിപൊളിയായിട്ട് ഭരിക്കുകയും ചെയ്തേനെ, ഭരിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഭീഷ്മർ മറ്റേ പിന്നെ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, പെൺകുട്ടികളില്ലെങ്കിൽ ആൺകുട്ടികളില്ലെങ്കിൽ പെൺകുട്ടികൾ ഭരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതിഹാസങ്ങളിൽ പെണ്ണ് ഭരിക്കുന്നതിൻ്റെ സൂചനയുണ്ട്, ഒരുപാട് സൂചനയുണ്ട്. അത് ഞാൻ കുറച്ച് ഇത് എഴുതിക്കൊണ്ടു. അത് എഴുതിയിരിക്കുന്നതെന്നറിയോ, ഈ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പെൺപോരാളികൾ, അടിപൊളി പുസ്തകമാണ് കേട്ടോ, കുളിര് കോരുന്ന പുസ്തകമാണ് കേട്ടോ, വായിക്കണം കേട്ടോ. ഇത് അടിപൊളി പുസ്തകമാണ്. ഇത് വായിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇങ്ങനെ അസ്ത്രപ്രജ്ഞയായിട്ടിരുന്ന് വിട്ടു. കാരണം ഇത്രയും സ്ത്രീകൾ ഇന്ത്യയിലെ മധ്യകാല ചരിത്രത്തിൽ ഇത്രയും സ്ത്രീകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ ഞാൻ കുറച്ച് വായിക്കാവേ. ഇന്ത്യ ചരിത്രം നിരവധി ദിവസങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ ഭരണം വരുന്നത്, രാജാക്കന്മാരുടെ മരണം, അവകാശികളില്ലാതെ മക്കളില്ലാതെ വരുമ്പോഴാണ് സ്ത്രീകൾ ഭരിക്കുന്നത്. ആൺമക്കളില്ലാതെ വരുമ്പോൾ, ആൺമക്കൾ പ്രായപൂർത്തിയാകാതെ വരുമ്പോൾ, അങ്ങനെ വരുമ്പോഴാണ് സ്ത്രീകൾ ഭരിക്കുന്നത്. ഇതിൽ BC 2-ാം നൂറ്റാണ്ടിൽ ശതവാഹന രാജവംശത്തിൻ്റെ രാജാവ് ശതകർണിയുടെ പത്നി നഗാനിക 10 വർഷം രാജ്യം ഭരിച്ചു. പിന്നെ വകാടക രാജാവ് രുദ്രസേനൻ രുദ്രസേനൻ മരിച്ചപ്പോൾ മകനു വേണ്ടി പ്രഭാവതി ഗുപ്ത AD 7-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിട്ട് 17 വർഷം രാജ്യം ഭരിച്ചു. ഭൗമാകാര രാജാവ് സന്ധികാര 1-ാമത്തെ പത്നി മറ്റവകാശികളില്ലാത്തതിനാൽ വൈഷ്ണവി ദേവി AD 879 മുതൽ 850 വരെ ഭരിച്ചു. എത്ര വർഷമാണെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലയളവല്ല, അന്നത്തെ ആയുസ് കുറവാണെന്ന് ഓർക്കണം. ഇത്രയും കാലവർഷം ഭരിച്ചു. ദക്ഷിണയിലെ കാകതീയ വംശത്തിലെ രാജാവായ ഗണപതി ദേവിയുടെ മകൾ രുദ്രമാദേവി 1263 മുതൽ 1289 വരെ രാജ്യം ഭരിച്ചു. എന്നിട്ട് എങ്ങനെയാണ് മരിച്ചത്? പോർക്കളത്തിൽ വെച്ച് അമ്പേറ്റ് മരിച്ചു. പോർക്കളത്തിൽ അവർ സൈന്യാധിപ കൂടിയായിരുന്നു, മരിച്ചു. മധ്യകാല കാശ്മീർ ഭരിച്ച സുഗന്ധ ദീത എന്ന 2 രാജ്ഞിമാരായിരുന്നു. കാശ്മീരിലെ മുഴുവൻ ഗോത്രവംശത്തെയും പരാജയപ്പെടുത്തിയ മികച്ച സൈന്യാധിപ, മുഴുവൻ ഗോത്രവംശത്തെയും തൻ്റെ കീഴിലാക്കിയ മികച്ച സൈന്യാധിപ സുഗന്ധയും ദീതയും. പിന്നെ രജപുത്ര രാജ്ഞി ഭരണം നടത്തിയതിന് നിരവധി തെളിവുകൾ ചരിത്രത്തിലുണ്ട്. കോൽഹാപൂരിലെ താരാബായി ബോൺസ്ലെ, ഇസ്റ്റിൽ കരിച്ചിലെ അനുബായി ഗോപിഡ, ഇൻഡോറിലെ അഹല്യബായി ഗോൾക്കർ, ഝാൻസി ലക്ഷ്മിബായി, ഇങ്ങനെ എത്ര പേരാണ് ഈ മധ്യകാല ചരിത്രത്തിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, സ്ത്രീകളെ അടക്കി ഭരിച്ച് അങ്ങനെ വേണ്ട, അങ്ങനെ അത്ര ഭരണം ഇത്രയൊക്കെ മതി വരണം എന്ന്. പിന്നെ ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താന റസിയ എത്ര വർഷം സുൽത്താനായിട്ട് ഭരിച്ചു? അവർ ഒരു 25 വർഷം എന്ന് പറയുന്നതൊക്കെ ഭയങ്കര വലിയ കാലയളവാണ്. കാരണം അന്ന് അത്രയൊക്കെയാണ്. കാരണം ഈ മോഡേൺ മെഡിസിനൊന്നും ഇത്രയും വളർന്നിട്ടില്ലാത്തത് കൊണ്ട് അത്രയൊക്കെ ഭരിക്കാൻ പറ്റുള്ളൂ. അന്നേരത്തേക്ക് അവശതയായി പോവും, ചത്തുപോവും, മരിച്ചു പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നിട്ട് അവശതയായി പോവും. അതൊക്കെ വലിയൊരു കാര്യമില്ലേ? ഇതിൽ കൂടുതലൊന്നും ഇവിടെ ആണുങ്ങളും ഭരിച്ചിട്ടൊന്നുമില്ല. അതൊന്നും ആരും അറിയപ്പെടുന്നില്ല. പക്ഷേ ഭരണമൊന്നും ആരും അംഗീകരിക്കില്ല. ഇപ്പം ഞങ്ങളുടെ വീട് റെനോവേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരനില്ല ഇവിടെ, ഹസ്ബൻഡ് ബാംഗ്ലൂരാണ്. അപ്പം ഞാനിങ്ങനെ ആ പണിക്കാരെല്ലാം വിളിച്ചു, മേസ്ത്രിമാരെ വിളിച്ചു, അതിൻ്റെ കൊട്ടേഷൻ ഉറപ്പിച്ചു, എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞ് വെച്ചിട്ട്
അവർ പറഞ്ഞു മാഡം ഞങ്ങൾ തിങ്കളാഴ്ച വരാം കേട്ടോ. ഓക്കെ തിങ്കളാഴ്ച വന്നോളൂ വെച്ചോ. അപ്പോൾ തിങ്കളാഴ്ച വന്നപ്പോൾ അവർ ബാക്കിയെല്ലാം ഉറപ്പിച്ചും പൈസ ഉറപ്പിച്ചും ഞാൻ തന്നെയാണ് കേട്ടോ. തിങ്കളാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ് മാഡം പിന്നെ ചേട്ടൻ്റെ ഒന്ന് കൊടുക്കുമോ. ഞാൻ ചോദിച്ചു എന്തിനാ ചേട്ടനെ കൊടുക്കുന്നത്. അല്ല ചേട്ടനെ കൊടുക്ക്. എന്നാൽ കൊടുത്തു കഴിഞ്ഞ് പറയാം ചേട്ടാ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ അത്രയും ചേട്ടൻ വീട്ടിലേക്കുള്ള വഴി വരെ ചേച്ചി പറഞ്ഞു തരണ്ട. അങ്ങനെ ഇപ്പം അങ്ങനെ ചേച്ചി അങ്ങനെ വലിയ ആളാണ്. ഇതാണ് സ്ത്രീകളുടെ ഭരണം അംഗീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന് ഭയങ്കര സഹിക്കാൻ പറ്റില്ല. സഹിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് പോലും പറ്റില്ല. എനിക്കല്ല കുറച്ച് പേർ, വളരെ കുറച്ച് പേർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ചങ്ങി കുത്തിക്കൊള്ളുവാണ്. അതെനിക്കറിയാം, നന്നായിട്ടറിയാം. അത് കുത്തിക്കൊള്ളിക്കാൻ വേണ്ടി തന്നെ ഇനി ഞാൻ വന്നതും പറഞ്ഞതും ഒക്കെ. അപ്പം ഈ ഭരണം എന്ന് പറയുന്നത് നീ പെണ്ണുങ്ങളെ വീടിൻ്റെ അകം ഭരിച്ചാൽ മതി. പിന്നെ വീടിൻ്റെ അകം എവിടെയാ? അടുക്കള മാത്രം ഭരിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭരണം വേണ്ട. കയറി പൊടിയകത്ത് എന്ന് പറയുന്ന ഒരു കാലം അവസാനിച്ചു. ആ യുഗം അവസാനിച്ചു. പെൺകുട്ടികൾ, സ്ത്രീകൾ ഇനി ഈ വിവാഹം എന്നിട്ട് ഈ ഒരു 2 ദിവസം മുമ്പ് കേട്ട വാർത്ത നിങ്ങൾക്കറിയില്ലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പെൺകുട്ടിയെ 6-ാം ദിവസം മർദ്ദിച്ച. പക്ഷേ എങ്ങനെ പെൺകുട്ടികൾ ധൈര്യത്തിൽ കല്യാണം കഴിക്കും ഇനി? അല്ലെങ്കിൽ തന്നെ പെണ്ണിനെ കിട്ടാനേ ഇല്ല. പെൺകുട്ടികൾ സ്വന്തം സ്വാതന്ത്ര്യം. ഇവിടെ കല്യാണം കഴിക്കാത്ത ചക്കന്മാരിപ്പുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ ഹതഭാഗ്യ നിങ്ങളുടെ ഭാര്യമാരായിട്ടുണ്ടാവും. 6-ാം ദിവസം മർദ്ദിച്ചിട്ട് ഇനി എങ്ങനെ പേടിച്ചിട്ട് പെൺകുട്ടികൾ കല്യാണം കഴിക്കും? എങ്ങനെ ഞാൻ ഇരിക്കുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പിന്നെ ഇതുള്ള പെൺകുട്ടികൾ ദാരിദ്ര്യത്തിൽ വളർന്നിട്ടുണ്ടല്ലോ. ഒരു കാറും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ പോകുന്നത് ആ കാലം കഴിഞ്ഞു. ഇനി ഉണ്ടാവില്ല. ഇനി സ്വന്തം വരുമാനമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം ഇഷ്ടങ്ങൾ. ഇപ്പം എൻ്റെ മോൻ പോലും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല മമ്മി ഈ കല്യാണത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ, എനിക്ക് വല്ല യാത്രയൊക്കെ ചെയ്യണം. ആൺകുട്ടികൾ അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താവും? അതിനേക്കാളും സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇനി എൻ്റെ മാമക്കൾ, എനിക്ക് 2 ആമക്കളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എൻ്റെ മാമക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയും സഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പെണ്ണ് കിട്ടണ്ടെന്ന് ഇവന്മാർക്കൊന്നും. അപ്പോൾ വെളിച്ചപ്പാടിൻ്റെ ഭർത്താവ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എന്നോട് നല്ല ദേഷ്യമാണെന്നറിയാം, എന്നാലും